വെൽക്കം ബാക്ക് ടു എലാസ് കിച്ചൺ ആൻഡ് ബിയോണ്ട്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് 2 ടൈപ്പ് സാലഡും പിന്നെ ഒരു മെക്സിക്കൻ ഡിഷായ ഇലോട്ടയാണ്. ഇവിടെ സമ്മർ സമയമാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ബാർബിക്യൂ പാർട്ടിയൊക്കെ ഒത്തിരി ഉണ്ട്. അപ്പോൾ ഇതിന് പറ്റിയ ഒരു സൈഡ് ഡിഷസ് ആണ് ഇത് മൂന്നും. അപ്പോൾ ഈ സാലഡൊക്കെ നമുക്ക് അല്ലാത്ത സമയത്ത് നമുക്ക് ഡിന്നറോ അല്ലെങ്കിൽ ലഞ്ചോ ഒക്കെ ആയിട്ട് കഴിക്കാൻ പറ്റുന്നതാണ്. ഒരു സാലഡ് ഞാൻ പീച്ച് പിന്നെ സ്ട്രോബെറി ഇതെല്ലാം ആയിട്ട് ഉണ്ടാക്കുന്നതാണ്. പീച്ച് നമ്മളൊന്ന് ഗ്രില്ല് ചെയ്തതിന് ശേഷമാണ് ഉണ്ടാക്കുന്നത്. പിന്നെ അതിൻ്റെ കൂടുതൽ സ്ട്രോബെറി ഇടുന്നുണ്ട്, അതുപോലെ അതിനകത്ത് ബുറാറ്റ ചീസും ഇടുന്നുണ്ട്. അങ്ങനെ ഒരു സാലഡ്. പിന്നെ അടുത്ത സാലഡ് എന്ന് പറഞ്ഞാൽ വാട്ടർമെലൺ സാലഡാണ്. അതിനകത്ത് ഫെറ്റാ ചീസും പിന്നെ നമ്മുടെ മീറ്റ് ഉണ്ടല്ലോ അതൊക്കെ ഇട്ടുണ്ടാക്കുന്നതാണ്. ഇത് രണ്ടും നല്ല അടിപൊളി സാലഡുകളാണ്, നല്ല ഹെൽത്തി സാലഡാണ്. അതിൻ്റെ കൂടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇലോട്ടയാണ്. അത് ഫോൺ ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. ഇതൊരു സ്പാനിഷ് ഡിഷാണ്. അപ്പോൾ നമുക്കിത് മൂന്നും എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പീച്ച് ഒന്ന് ഗ്രില്ല് ചെയ്തെടുക്കണം. അതിനുവേണ്ടി നമ്മൾ അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കുറച്ച് ബട്ടറോടെ ചേർത്താണ് ഇതൊന്ന് സോട്ടേ ചെയ്ത് എടുക്കുന്നത്. അതെങ്ങനെയാണെന്ന് ആദ്യം നോക്കാം. ഒരു പീച്ച് നമ്മൾ നടുവെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ കുരു ഇളഞ്ഞതിന് ശേഷമാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ഒത്തിരി അങ്ങ് പഴുത്തല്ല കേട്ടോ, അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഇതുണ്ടോ, ഇങ്ങനെ എടുക്കാം. പിന്നെ നമ്മളിത് ഒന്നുകൂടെ ഒന്ന് കട്ട് ചെയ്യാം. ഇതിൻ്റെ കുരുണ്ടോ, ഇത് നമുക്കങ്ങ് എടുത്ത് മാറ്റാം. ഇനി ഇത് പീച്ച് നമ്മൾ കുറച്ച് ചെറുതായിട്ട് ഇച്ചിരി തിന്നായിട്ട് വേണം കട്ട് ചെയ്യാനായിട്ട്. ഇതുണ്ടോ, ഇങ്ങനെ ഒരു തിന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം പീച്ചെല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ചേർക്കാം. ബട്ടറൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന പീച്ച് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ. അപ്പം എല്ലാ രണ്ട് സൈഡ് ശരിയായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം. മൊരിഞ്ഞല്ല, ഒന്ന് കുക്കായി വന്നാൽ മതി, ഗ്രില്ല് ചെയ്ത് വന്നാൽ മതി. ഇത് രണ്ട് സൈഡും അതിനായിട്ടിടാം. ഇതിനകത്തേക്ക് ഞാൻ ഒരു നുള്ള് പഞ്ചസാര ഇടുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കാരമലൈസ് ചെയ്യാൻ വേണ്ടിയാണ്, കളർ ഒന്ന് കിട്ടാൻ വേണ്ടിയാണ്. അത്രയേ ഉള്ളൂ. ഇത് ഓപ്ഷനിലാണ് കേട്ടോ, വേണമെങ്കിൽ ചെയ്താൽ മതി. ഇത് ഒരു 2 മിനിറ്റ് ആയിക്കാണ്. ഇനി ഇത് നമുക്കൊന്ന് മറിച്ചിടാം. ഉണ്ട് ഇതുപോലെ ഒരു ചാർഡായിട്ടുള്ള ഒരു ഇതുണ്ടോ, ഇതിൻ്റെ കളർ മറിയുണ്ടോ, അതുപോലെയാണ്. പീച്ചൊക്കെ ഓൾറെഡി ഗ്രിൽഡായി കേട്ടോ. ഇനി നമുക്കതൊരു പാത്രത്തിലേക്ക് മാറ്റാം, കാരണം ഇതിൻ്റെ ചൂടൊക്കെ മാറിയിട്ട് വേണം നമുക്ക് സാലഡിനകത്ത് ചേർക്കാനായിട്ട്. ഇത് നമ്മൾ സാലഡിന് തന്നെയല്ല കേട്ടോ, ഈ പീച്ച് നമുക്ക് ഐസ്ക്രീമിൻ്റെ കൂടെ ഇതുപോലെ ചെയ്തിട്ട് ഐസ്ക്രീമിൻ്റെ കൂടെ ഒക്കെ കഴിച്ചാൽ നല്ല ടേസ്റ്റാണ്. പീച്ചൊക്കെ കിട്ടുമ്പോൾ അങ്ങനെയൊന്ന് ചെയ്ത് നോക്കേ. ഇങ്ങനെ ചെയ്യണമെന്നില്ല, ഫ്രഷ് ആയിട്ട് വേണമെങ്കിൽ അതുപോലെ ചെയ്യാവേ നമുക്ക് സാലഡിനകത്ത്. ഇതുപോലെ ചെയ്താൽ ഒന്നുകൂടെ ടേസ്റ്റ് എൻഹാൻസ് ചെയ്യാം. അതിനുവേണ്ടിയാണ് നമ്മളിതൊന്ന് ഗ്രില്ല് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ചൂടൊന്ന് ആറാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് കുറച്ച് വാൾനട്ട് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. ടോസ്റ്റ് ചെയ്യുമ്പോഴത്തേന് അതിൻ്റെ ആ ടേസ്റ്റ് ഒന്ന് കൂടും. കുറച്ച് ഇതിനകത്തോട്ട് ഇടാം. ഈ വാൾനട്ട് ഒരു 2-3 മിനിറ്റ് എടുക്കത്തുള്ളൂ ഇത് ടോസ്റ്റ് ആകാനായിട്ട്. ഇനി നമുക്ക് കുറച്ച് സ്ട്രോബെറി കൂടെ കട്ട് ചെയ്ത് വെക്കണം. അപ്പോൾ ഇത് ഒരു കുറച്ച് മതി കേട്ടോ, ഒരു 3-4 മതി. അത് അതിൻ്റെ മുകളിലൊന്ന് കളറിനൊക്കെ വേണ്ടി നല്ലതാണ്, പിന്നെ ടേസ്റ്റും നല്ലതാണ്. അപ്പോൾ അത് നമുക്കൊന്ന് കട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ ഇലയൊന്ന് കളഞ്ഞിട്ട് ഈ ഷേപ്പിലങ്ങ് കട്ട് ചെയ്താൽ മതി. ഉണ്ടോ, അപ്പോൾ ഇത് കാണാൻ ആ കളർഫുള്ളും ആയിരിക്കും നമ്മുടെ സാലഡ്. ഇപ്പോൾ സാലഡ് ഉണ്ടാക്കാനായിട്ടുള്ള എല്ലാം ഇവിടെ റെഡിയാണ്. ഇനി ഇതെല്ലാം നമ്മളൊന്ന് അസംബിൾ ചെയ്താൽ മതി. അപ്പോൾ ഇതിനുവേണ്ടി ഞാനിവിടെ വാങ്ങിച്ചിരിക്കുന്നത് സ്പ്രിംഗ് മിക്സ് എന്ന് പറഞ്ഞ് ഇതുപോലെ തന്നെ നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇല്ലെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് സ്പിനാച്ചോ അതുപോലെ എന്തെങ്കിലും സാലഡിനുള്ള എന്തെങ്കിലും ലീഫി ഐറ്റം മതി. ഇതാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. ഇതിനകത്ത് പല പല ടൈപ്പ് ഓഫ് ലീവ്സ് ആണ് ഉള്ളത്. അപ്പോൾ ഇതാണ് ആദ്യം ഒരു ബേസ് ആയിട്ട് ഇടുന്നത്. അതിൻ്റെ മുകളിലാണ് നമ്മൾ മറ്റ് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇടാൻ പോകുന്നത്. പിന്നെ ഇതിന് വേണ്ട ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ബുറാറ്റ ചീസാണ്. ഇത് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ബൽസാമിക് ഗ്ലേസ് ഇതും വേണം. ആദ്യം നമ്മൾ ഈ സ്പ്രിംഗ് മിക്സിൻ്റെ ഒരു ലെയറാണ് ഇടുന്നത്. ഇതങ്ങ് സ്പ്രെഡ് ചെയ്തിടാം. ഉണ്ട് ഇതിനകത്ത് സ്പിനച്ച് ഉണ്ട്, പലതരം ലീവ്സ് ഉണ്ട്. ഇത് ഓൾറെഡി പ്രീ വാഷ്ഡാണ് കേട്ടോ, അതുകൊണ്ട് പിന്നെ നമുക്ക് വേറെ കഴുകേണ്ട ആവശ്യമില്ല. ഇതൊരു ലെയർ നമുക്ക് ഇടാം. അപ്പോൾ നമ്മുടെ സ്പ്രിംഗ് മിക്സ് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന പീച്ചസ് ഇതിനെല്ലാത്തുമായിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം.
നമ്മൾ പീച്ച് എല്ലാം ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇടയ്ക്കൂടെ നമുക്ക് കുറച്ച് സ്ട്രോബെറി ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒരു കളറിന് വേണ്ടി. അപ്പം സ്ട്രോബെറി ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഈ പീച്ച് തന്നെയാണേലും മതി കേട്ടോ. അപ്പോൾ അത് നമുക്ക് ഇടയ്ക്കിടയ്ക്കൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഈ കളറ് എല്ലാം കൂടെ ആകുമ്പോഴത്തേനും കാണാൻ നല്ല രസമാണ്, പിന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കുറച്ച് മതി, ഇത് മുഴുവൻ ഇടേണ്ട ആവശ്യമില്ല, ജസ്റ്റ് കളറൊന്ന് ഇതാകാൻ വേണ്ടിയാണേ. അപ്പോൾ ഇത്ര മതി. വേണമെങ്കിൽ ഒരു ചെറുത് ഇവിടെ വെക്കാം. ഓക്കെ, ഇത്ര മതി. ഓവറായിട്ട് ഇടേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഇത്ര മതി. ഇനി നമ്മൾ ഇതിനകത്ത് ചേർക്കാൻ പോകുന്നത് ബുറാറ്റ ചീസാണ്. അപ്പം ബുറാറ്റ ചീസ് ഇതുപോലെ നമ്മളൊരു കണ്ടെയ്നറിനകത്ത് വാങ്ങിക്കാൻ കിട്ടും. ബുറാറ്റ ചീസ് ഇതിങ്ങനെ വാട്ടറിലാണ്, നമ്മൾ ഇതുപോലെ വെള്ളത്തിലാണ് ഇത് കിട്ടുന്നത്. ഇതുണ്ടോ, ഇതുപോലെയാണ് ഇത് കിട്ടുന്നത്. അപ്പം ഇത് നമ്മളിങ്ങനെ ജസ്റ്റ് കൈകൊണ്ട് തന്നെ നമുക്കിങ്ങനെ എടുത്തിടാം. ഇതുണ്ടോ, അപ്പോൾ കുറേശ്ശെ ഇതിനകത്തേക്ക് മുഴുവനും അങ്ങനെ അങ്ങ് ചേർക്കാം. കുറേശ്ശെ കുറേശ്ശായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇത് നടുക്ക് നല്ല സോഫ്റ്റാണ്. ഇതുണ്ടോ, ഇതിൻ്റെ ടെക്സ്ചർ കണ്ടോ. കൈകൊണ്ട് പറിച്ചിട്ടാൽ മതി കേട്ടോ. ഇത് ഇങ്ങനെ നല്ലൊരു ടെക്സ്ചറാണ് ഇത്. ഇതുണ്ടോ, ഇതെല്ലായിടത്തുമായിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിടുക. ഇത് കണ്ടോ, നല്ല രസമല്ലേ കാണാനായിട്ട്. ഇത്ര മതി. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ഒലിവ് ഓയിൽ ജസ്റ്റ് ഒന്ന് ഡ്രിസിൽ ചെയ്താൽ മതി. ഒത്തിരി ഒന്നും വേണ്ട, കുറച്ച് മതി കേട്ടോ. ഇത്ര മതി. ഇനി നമുക്ക് വേണ്ടത് ബൽസാമിക് ഗ്ലേസ് ആണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ ഇത് മതി. പിന്നെ നമുക്ക് കുറച്ച് വാൾനട്ട് കൂടെ ഇടാം. അപ്പം വാൾനട്ട് കുറച്ച് ഇതിൻ്റെ മുകളിൽ കൂടെ ജസ്റ്റ് ഒരു ക്രഞ്ചിനെസ്സിന് വേണ്ടി ഇട്ടാൽ മതി. ഇത് കേട്ടോ, നല്ല രസമല്ലേ ഇത് കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ ഒരു സാലഡ് ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് വാട്ടർമെലൺ സാലഡ് ഇവിടെ ഉണ്ടാക്കാം. അപ്പോൾ ഇനി നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വാട്ടർമെലൺ കൊണ്ടുള്ള സാലഡാണ്. ഇത് നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ഇതിൻ്റെ തൊലി കളയാം അല്ലേ. അപ്പോൾ ഇത് നമുക്ക് ഇത്രയും ഇത് ഭയങ്കര വലിയൊരു വാട്ടർമെലനായിരുന്നു കേട്ടോ, അതിൻ്റെ ഒരു പകുതിയാണിത്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റുന്ന സാലഡുകളാണ് കേട്ടോ. ഒത്തിരി പണിയൊന്നും ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ചെയ്യാം. പിന്നെ കൂടുതൽ നമ്മൾ സമ്മർ സമയത്താണ് ഇതുപോലത്തെ സാലഡുകളെല്ലാം ഉണ്ടാക്കുന്നത്. കാരണം വാട്ടർമെലനൊക്കെ കൂടുതൽ നമുക്ക് കിട്ടുന്നത് സമ്മറിലാണ്. അപ്പോൾ നമുക്ക് സീസൺ അനുസരിച്ചുള്ള ഫ്രൂട്ട്സൊക്കെ വെച്ച് നമുക്ക് ഓരോ സാലഡുകൾ ഉണ്ടാക്കാം. ഇനി ഇത് നമുക്ക് കുറച്ച് ചെറുതായിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇതുപോലെ ഇതിൻ്റെ കുരു ഇല്ലാത്തതും കിട്ടും, അതാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ലതാണ്. അപ്പോൾ അത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് എടുത്താൽ മതി. ഓക്കെ, ഈ ഒരു സൈസിൽ ഇച്ചിരി വലുതാണ്, വേണമെങ്കിൽ നടുവ് ഒന്നുകൂടെ കട്ട് ചെയ്യാം. ഈ ഒരു സ്ക്വയർ ഷേപ്പിൽ ഇതെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിനകത്ത് ഈ സീഡ് ഉണ്ടല്ലോ, അത് നമുക്ക് വെറുതെ ഇതുപോലെ ഒന്ന് എടുത്ത് കളഞ്ഞാൽ കഴിക്കാനാകുമ്പോഴത്തേനും ഇത് കടിക്കത്തില്ലല്ലോ. അങ്ങനെ ചെയ്താൽ മതി. ഇല്ലെങ്കിൽ സീഡ്ലെസ് വാങ്ങിച്ചാലും മതി കേട്ടോ. ഇത് നമുക്ക് നമ്മൾ എടുക്കാനിരിക്കുന്ന ബൗളിലേക്ക് ഇതൊന്ന് ട്രാൻസ്ഫർ ചെയ്യാം. ഇനി ബാക്കിയോടെ കട്ട് ചെയ്തിടാം. മധുരം വാട്ടർമെലനൊക്കെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമുക്കൊരു ഡ്രസ്സിങ് വേണം. അതിനുവേണ്ടി ഞാനിവിടെ ഉപയോഗിക്കുന്നത് കുറച്ച് ഒലിവ് ഓയിൽ, അതിനകത്തേക്ക് നമ്മൾ നാരങ്ങാ നീരും കുറച്ച് ഒരു നുള്ളു ഉപ്പോടെ ഇട്ട് കുറച്ച് ഫ്രഷ് പെപ്പർ ഉണ്ടല്ലോ അതോടെ ഇട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഇതിനകത്തേക്ക് ഒഴിക്കാം. കുറച്ച് നാരങ്ങാ നീര് മതി കേട്ടോ, അല്ലെങ്കിൽ ഒത്തിരി പുളിയാവും. അതിനകത്തേക്ക് നമ്മൾ ഒരു നുള്ളു ഉപ്പിടുന്നുണ്ട്. പിന്നെ കുറച്ച് റെഡ് പെപ്പർ ഫ്ലേക്ക്, ഒത്തിരി വേണ്ട, ഒരു കുറച്ച് മതി. ഇനി നമുക്ക് കുറച്ച് മിൻറ്റ് ലീഫ് ഇടണം. അത് നമുക്ക് ഇതിനകത്തുനിന്ന് ഇതുണ്ടോ ഫ്രഷ് ആയിട്ടുള്ള മിൻറ്റാണ്, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നല്ലതായിരിക്കും.
കുറച്ചെടുത്തിട്ട് അതുകൂടെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇതിനകത്തിട്ട് ഇടണം. അപ്പോൾ നല്ല ഒരു ആ വാട്ടർ മെലനും പിന്നെ മിൻറ്റും കൂടെ കൂടുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഒത്തിരി വേണ്ട, കുറച്ച് മതി കേട്ടോ. ഇത്ര മതി കേട്ടോ, ഒരു പിടി, ഒരു ചെറിയ പിടി. അത് നമുക്ക് പൊടി പൊടിയായിട്ടൊക്കെ. ഇതിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന മിൻറ്റ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന ഒലിവ് ഓയിൽ ആൻഡ് ലെമൺ ജ്യൂസ് ഉണ്ട്, ലൈം ജ്യൂസ്, അത് കുറച്ച് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കും. ഇത്ര മതി. പിന്നെ ഇതിനകത്ത് നമ്മൾ ചേർക്കാൻ പോകുന്നത് ഫെരാ ചീസാണ്. അപ്പോൾ ഇത് കുറച്ച് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇത് മതി. ഇനി നമ്മൾ കുറച്ച് വാൾനട്ട് റോസ്റ്റ് ചെയ്തത്, ഏത് നട്ടാണെങ്കിൽ കുഴപ്പമില്ല, പീക്കൺ വേണമെങ്കിൽ ഇടാം. ഇപ്പം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇരിക്കുന്നത് വാൾനട്ടാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതിടുന്നത്. ജസ്റ്റ് ഒന്ന് ക്രംബിൾ ചെയ്തിടാം. ഇത്രയേ ഉള്ളൂ. നമ്മൾ കഴിക്കാൻ നേരത്ത് ഇതൊന്ന് മിക്സ് ചെയ്തിട്ടാണ് കഴിക്കുന്നത്. അപ്പോൾ എല്ലായിടത്തും നമ്മുടെ ഒഴിച്ച ഡ്രസ്സിങ്ങൊക്കെ ഒന്ന് കിട്ടുമല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ സാലഡ് ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് എലോട്ട ഉണ്ടാക്കാം. ഇത് നമ്മളൊരു ക്ലിംഗ് റാപ്പ് അല്ലെങ്കിൽ സെറൈൻ റാപ്പ് വെച്ച് ഒന്ന് കവർ ചെയ്ത് നമുക്ക് ഫ്രിഡ്ജ് വെക്കാം. എന്നിട്ട് നമ്മൾ പാർട്ടിയുടെ ഒക്കെ അല്ലെങ്കിൽ അതിൻ്റെ സമയമാകുമ്പോഴത്തേന് എടുത്താൽ മതി, ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നോളും. അപ്പോൾ ഇന്നിവിടെ ഒരു ബാർബിക്യൂ പാർട്ടി ഉണ്ട്, അതിനുവേണ്ടിയാണ് ഞാനിതെല്ലാം ഉണ്ടാക്കുന്നത് കേട്ടോ. എലോട്ട ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് സ്വീറ്റ് കോൺ ആണ്. സ്വീറ്റ് കോൺ മുഴുവനായിട്ട് നമുക്ക് മേടിച്ചിട്ട് ഗ്രില്ല് ചെയ്ത് അതൊന്ന് കട്ട് ചെയ്ത് എടുത്താലും മതി. ഇല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും, അത് ഉപയോഗിക്കുന്നതാണ് കുറച്ചുകൂടെ എളുപ്പം. അപ്പോൾ ഇത് നമ്മളൊന്ന് ഇച്ചിരി ബട്ടർ ഒഴിച്ച് ഒന്ന് സോട്ടേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് നമ്മളിത് മിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എലോട്ട ഉണ്ടാക്കാനായിട്ടുള്ള നമ്മുടെ കോണൊക്കെ ഒന്ന് ടോസ്റ്റ് ചെയ്ത് ഒന്ന് ബട്ടറിനകത്തിട്ടൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇത് ചൂടാറിയിട്ടാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്നത് കുറച്ച് മയനൈസ് വേണം, പിന്നെ ടഹീൻ ഇത് വേണം, പിന്നെ കുറച്ച് ചീസോട് വേണം. ഇത് മെക്സിക്കൻ ചീസാണ്. അപ്പോൾ ഈ ചീസിൻ്റെ പേര് കൊറ്റിഹ ചീസ് എന്നാണ്. ഇതോടെയാണ് ഇതിനകത്ത് ചേർക്കുന്നത്. കൂടെ കുറച്ച് സോൾട്ടും പെപ്പറും കൂടെ ചേർക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നതാണ് നമ്മുടെ ഇലോട്ട. അപ്പോൾ അത് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇത് കുറച്ച് മയനൈസ് നമ്മൾ ചേർക്കുന്നുണ്ട്. കുറച്ച് ചേർത്ത് അതിൻ്റെ ആ കൺസിസ്റ്റൻസി നോക്കിയിട്ടാണ് നമ്മൾ ബാക്കി ചേർക്കാൻ പോകുന്നത്. കുറച്ച് ചേർത്തു. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ടഹീൻ, ഇത് നമ്മൾ കുറച്ച് ഒരു പുളിയും ഉപ്പും എല്ലാം കൂടെ ഉള്ളതാണ്, അങ്ങനത്തെ ഒരു ടേസ്റ്റാണ്. ഇത് കുറച്ചിടാം. ഇതിനകത്ത് കുറച്ച് സോൾട്ട് ഉണ്ട് കേട്ടോ, അത് നോക്കിയിട്ട് വേണം നമ്മൾ ബാക്കി സോൾട്ട് ചേർക്കാനായിട്ട്. അപ്പോൾ ഇതിന് ചേർത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് ബ്ലാക്ക് പെപ്പർ ഇതുവരെ ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് മിക്സ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമാണെങ്കിൽ അന്നേരം ചേർക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് ചീസാണ്. കുറച്ച് ചീസോടെ ഉപയോഗിച്ചിരിക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇച്ചിരി ക്രീമി ടെക്സ്ചറിലാണ് ഇരിക്കുന്നതിന്, അതിനനുസരിച്ചുള്ള മയനൈസ് നമ്മൾ ഇതിനകത്ത് ചേർക്കാം. അപ്പോൾ ഇത് ഇച്ചിരി കുറവാണ്, അപ്പോൾ ഇതിനകത്തേക്ക് കുറച്ചുകൂടെ മയനൈസ് ചേർക്കുന്നുണ്ട്. ഇതുണ്ട്, ഈ ഒരു കൺസിസ്റ്റൻസിയാണ്. പിന്നെ നമുക്കിതൊരു സെർവിങ് ബോളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. വേണമെങ്കിൽ കുറച്ച് മല്ലിയില ഇതിനകത്ത് ചേർക്കാം. ഇതിനകത്തേക്ക് ഒരു കുറച്ച് മല്ലിയില ഇവിടെ ആയിട്ടിടാം. നമ്മുടെ മെക്സിക്കൻ ഡിഷായ ഇലോട്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമ്മുടെ 2 സാലഡും പിന്നെ നമ്മുടെ മെക്സിക്കൻ ഡിഷായിട്ടുള്ള എലോട്ട ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് 3ഉമാണ് ഇന്നിപ്പോൾ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പം ഇത് നമ്മൾ പാർട്ടിക്കോ അല്ലെങ്കിൽ പോട്ടലൊക്കെ ഒക്കെ കൊണ്ടുപോകാനായിട്ട് പറ്റിയ ഡിഷസ് തന്നെയാണ്. അതല്ലാതെ നമുക്ക് സാധാരണ നമ്മുടെ വീട്ടിൽ വൈകുന്നേരങ്ങളിൽ ഡിന്നറിനൊക്കെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ് ഈ സാലഡുകൾ. ഇതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും മീറ്റോ വല്ലതൊക്കെ ഗ്രില്ല് ചെയ്താൽ മതി, നല്ലൊരു ഡിന്നർ തന്നെയായിരിക്കും. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇതുപോലത്തെ സാലഡൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ നമുക്ക് ബാർബിക്യൂ പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ സൈഡ് ഡിഷായിട്ട് ഇതൊക്കെ ഉണ്ടാക്കാം. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് അഭിപ്രായമൊക്കെ പറയണം കേട്ടോ. ഓക്കെ, എന്നാൽ ബൈ.